ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായും ടേസ്റ്റിയായും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു എഗ് ബിരിയാണി. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കിലോയ്ക്ക് 60 രൂപ മാത്രം വരുന്ന ബർക്കത്ത് എന്ന അരിയാണ്. ഇതുപയോഗിച്ച് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ബർക്കത്ത് 1 കിലോ അരി, സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, ഓൾ സ്പൈസസ്, തൈര്, കാഷ്യൂ പേസ്റ്റ്. ഇവിടെ നമ്മൾ 1 കിലോ റൈസാണ് എടുക്കുന്നത്. അതിലേക്ക് ഗീ, ഓയിൽ രണ്ടും കൂടി ഒരു 120 ഗ്രാം ആവശ്യമായി വരും. ഇതിലേക്ക് ഒരു 200 ഗ്രാം ഒനിയൻ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കേണ്ടതുണ്ട്. റൈസിന് ഉപയോഗിക്കുന്ന അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഈ ഒനിയൻ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനായി വേറൊരു പാത്രം യൂസ് ചെയ്യേണ്ടതില്ല. ഒനിയൻ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് അത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി അതിലേക്ക് അല്പം തൈര് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓൾ സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. മസാല എല്ലാം നല്ല ഫ്രൈ ചെയ്ത് വന്ന ശേഷം അതിലേക്ക് 1 കിലോ അരിക്ക് അളന്നെടുത്ത പാത്രം കൊണ്ട് 2 ലിറ്റർ വെള്ളം ഒഴിക്കുക. അരി കൂടുതലുണ്ടെങ്കിൽ 1ക്ക് 1.5 മതിയാകും. ഇവിടെ 1 കിലോ അരി ആയതുകൊണ്ടാണ് നമ്മൾ ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളം യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ലെമണിൻ്റെ ജ്യൂസ് നമ്മൾ ഇതുപോലെ സ്ക്യൂസർ ഉപയോഗിച്ച് ചേർക്കുക. വെള്ളം നല്ല രീതിയിൽ തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വാലി വെച്ച് വെള്ളമെല്ലാം പോയ അരി ഇടുക. അതിനുശേഷം അരി നല്ല രീതിയിൽ ഇളക്കി അടിയിൽ പറ്റാതെ സൂക്ഷിക്കുക. അരി നമുക്കൊരു മൂടി ഉപയോഗിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏതാണ്ട് ഇതേ കണ്ടീഷനിൽ ആകുമ്പോൾ, അതായത് അരിയും വെള്ളവും ഒപ്പത്തിനാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് എസൻസ് ആവശ്യമെങ്കിൽ എസൻസും കളറും ആഡ് ചെയ്തുകൊണ്ട് ഇത് ദമ്മിലിടാവുന്നതാണ്. ദമ്മിലിടുമ്പോൾ അതിനു മുകളിൽ ഒരു വെയിറ്റ് കയറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതിന്റെ ദമ്മ് പൊട്ടിക്കുവാൻ പോകുകയാണ്. അതിൽ കുറച്ച് ഗീ മിക്സ് ചെയ്ത് ആവശ്യമെങ്കിൽ കുറച്ച് പൈനാപ്പിൾ എസൻസും, നേരത്തെ നമ്മൾ ചേർത്തത് റൈസ് എസൻസ് ആണ്, ബിരിയാണി എസൻസ് ആണ്. ഇനി ആവശ്യമെങ്കിൽ കുറച്ച് പൈനാപ്പിൾ എസൻസും ചേർത്ത് നമുക്കിതിൻ്റെ ദമ്മ് പൊട്ടിക്കാവുന്നതാണ്. ഇങ്ങനെ വളരെ സാവധാനത്തിൽ അരി ഒന്നും ഉടഞ്ഞ് പോകാതെ വളരെ സൂക്ഷ്മതയോടുകൂടെ വേണം ദമ്മ് പൊട്ടിക്കുവാൻ. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വച്ചിരിക്കുന്ന ഒനിയനും കൂടി ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ചെയ്തില്ലെങ്കിലും മുകളിലിട്ട്
നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇതോടെ നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. മസാലയ്ക്കായി നമ്മളിവിടെ 800 ഗ്രാം ഒനിയനാണ് എടുക്കുന്നത്. ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ഒനിയൻ നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഒനിയൻ നല്ല രീതിയിൽ ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഈ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ടൊമാറ്റോ ഇവ ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കേണ്ടതാണ്. അതെല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, പെപ്പർ പൗഡർ കുറച്ച്, ഗരം മസാല ഒരൽപ്പം ഇവ ചേർത്ത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. മസാലയെല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം കാഷ്യൂ പേസ്റ്റ് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കേണ്ടതാണ്. മസാലയെല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നതിന് ശേഷം ആവശ്യമായ വെള്ളം ആഡ് ചെയ്യുക. ഒരുപാട് വെള്ളം ആവശ്യമില്ല, നമ്മളിതൊരു റോസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം നോക്കി ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് അതിലേക്ക് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ആക്കുക. ഈ സമയം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, തൈര് എന്നിവ ആഡ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ എഗ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് നമുക്ക് ബിരിയാണിയോട് കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.